ഹലോ, ഇത് കുറച്ച് ദിവസം മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അതായത് മുഹറത്തിൻ്റെ അന്നെടുത്ത വീഡിയോ ആണ്. അന്ന് സ്കൂളില്ലല്ലോ, അപ്പോൾ കുട്ടികളെല്ലാവരും വീട്ടിലുണ്ട്. അപ്പം അന്ന് രാവിലെ എടുത്ത വീഡിയോ ആണ്. രാവിലെ മീൻസ് എണീക്കാൻ തന്നെ ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ എണീറ്റ് ചായ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളങ്ങനെ ഇരിക്കും. പിന്നെ ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോഴാണ് ഫുഡ് ഉണ്ടാക്കാൻ വരുന്നത്. പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കും ഫുഡൊക്കെ. അതുകൊണ്ട് 12 മണി 12:30 ആയിട്ടാൽ ചിലപ്പോൾ അങ്ങനെ സൺഡേ ഒക്കെ അടുക്കളയ്ക്ക് വരിക. എന്നിട്ട് വേഗം എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഫുഡ് റെഡിയാക്കും. അങ്ങനെ എപ്പോഴും ചെയ്യാറ്. അപ്പോൾ ഇന്ന് ഒരു ബിരിയാണി വയ്ക്കാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു. അപ്പോൾ കുറച്ച് ചിക്കനൊക്കെ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ എന്നാൽ ബിരിയാണി വയ്ക്കാൻ വിചാരിച്ചു. അപ്പോൾ നോക്കുമ്പോൾ ചിക്കൻ പീസ് ചെറിയ പീസാണ്, ബിരിയാണി പീസല്ല. അപ്പം എന്നാൽ ചിക്കൻ കറി നെയ്ച്ചോറും വയ്ക്കാമെന്ന് വിചാരിച്ചു. ഞാനങ്ങനെ നെയ്ച്ചോറും ചിക്കൻ കറി അങ്ങനെ വെക്കാറില്ല. അധികം ബിരിയാണി തന്നെ വെക്കാറ്. എനിക്കിഷ്ടം ബിരിയാണിയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം ബിരിയാണിയാണ്. എന്തോ നെയ്ച്ചോറിനോട് അത്ര ഒരു താല്പര്യമില്ല, അങ്ങനെ ഉണ്ടാക്കാറില്ല അധികം. അപ്പോൾ വേഗം ഫുഡ് ഉണ്ടാക്കാനുള്ള ഇതിലാണ്. പിന്നെ സാധാരണ നമ്മൾ വയ്ക്കും പോലെ വലിയുള്ളിയും തക്കാളി ഇഞ്ചിയൊക്കെ ഇട്ട് വഴറ്റി മല്ലിപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല ഒക്കെ ഇട്ട് നോർമൽ കറി വയ്ക്കില്ലേ, അതുപോലെ വയ്ക്കുകയാണ്. ഞാൻ അധികം ചിക്കൻ വറുത്തിട്ടാണ് കറി വയ്ക്കാറ്. ഇങ്ങനെ വെച്ചിട്ട് കുറേ ആയി. അപ്പം ഞാൻ വിചാരിച്ചത് ഇങ്ങനെ വെക്കാമെന്ന്. പിന്നെ കുട്ടൻ വന്ന് സ്നേഹിക്കുന്നുണ്ട്. 2-3 ദിവസമായി സ്കൂളിൽ പോയിട്ട്. അപ്പോൾ അവൾക്ക് കുറേ എഴുതാനും പഠിക്കാനും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലാണ്. മറ്റാൾക്കാണെങ്കിൽ എക്സാം ഉണ്ട്. അപ്പോൾ രണ്ടുപേരും നല്ല തിരക്കിലാണ്. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ അടുക്കളയിൽ. എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് കുക്ക് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമില്ല. എന്താ വെച്ചാൽ എല്ലാവരും ഉള്ളപ്പോൾ അത് രസമാണ്. അധികം ഞങ്ങളിങ്ങനെ 3 പേരും കൂടി തന്നെയാണ് അടുക്കളയിൽ ഉണ്ടാവല്. പിന്നെ നെയ്ച്ചോറ് വയ്ക്കാൻ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല എന്നല്ല, എനിക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ബിരിയാണി വയ്ക്കുമ്പോൾ അതൊക്കെ എനിക്ക് കുഴപ്പമില്ല, അത് ഞാൻ എങ്ങനെ വേണമെങ്കിൽ വയ്ക്കും. പക്ഷേ നെയ്ച്ചോറ് വയ്ക്കുമ്പോൾ എപ്പോഴും പ്രാവശ്യം പറയും ഇങ്ങനെ നെയ്ച്ചോറ് വെച്ചാൽ ടേസ്റ്റ് ഇല്ല, നെയ്യ് കുറവാണ്, അങ്ങനെ പറയും. അപ്പോൾ എനിക്കത് അങ്ങനെ പറഞ്ഞിട്ടത് അറിയില്ല. എനിക്ക് നെയ്ച്ചോറ് വയ്ക്കാൻ അറിയില്ല എന്നുള്ളൊരു തോന്നലാണ്. ഞാൻ നെയ്ച്ചോറ് വയ്ക്കുമ്പോൾ ശരിയാവണില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കും. പക്ഷേ ബിരിയാണി വയ്ക്കുമ്പോഴാണ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ. നെയ്ച്ചോറിൽ എനിക്കത് വയ്ക്കാൻ പറ്റലില്ല. എനിക്കാണെങ്കിൽ കുട്ടികൾ അപ്പുറത്ത് പഠിക്കുന്നുണ്ട്, പ്രകാശമായിട്ട് അവിടെ ഉണ്ട്. അവരൊക്കെ അവിടെ നിൽക്കുമ്പോൾ എനിക്ക് അടുക്കളയിൽ നിൽക്കുമ്പോൾ എന്തോ മാതിരിയാണ്. ഞാൻ മാത്രം ഇങ്ങനെ അടുക്കളയിൽ നിൽക്കുമ്പോൾ എനിക്ക് ഒരു സുഖമല്ല. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി നോക്കുക അവരെന്താ അവിടെ ചെയ്യണമെന്ന്. അപ്പോൾ രണ്ടുപേരും ഇരുന്ന് പഠിക്കുകയാണ്. പ്രകാശമായിട്ട് അവിടെ ഉണ്ട്. അങ്ങനെ എന്നാലും ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും. ഞാൻ അടുക്കളയിലാണെങ്കിലും ഒരു കണ്ണ് മുഴുവൻ അവിടെ ആയിരിക്കും. പിന്നെ ഞാനങ്ങോട്ട് പോയി നോക്കിയില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇന്നെ അന്വേഷിച്ച് വരുന്ന ആൾക്കാരുണ്ട്. ഏത് സമയവും ഇങ്ങനെ വന്ന് നോക്കും എന്താ ചെയ്യണമെന്ന്. ഒന്നുമില്ലെങ്കിൽ ഞാൻ അവിടെ പോയി നോക്കും, അല്ലെങ്കിൽ അവർ ഇവിടെ എന്നെ തിരഞ്ഞു വരും. അങ്ങനെ സുന്ദരി അമ്മ. ഓ എന്താ ചിരി, സുന്ദരി പറഞ്ഞപ്പോ ചിരിക്കണ്ടില്ലേ? ഞാനാണ് ഇവിടുത്തെ എല്ലാമായ ചെറിയ കുട്ടി അല്ലേ അമ്മ? ഫുഡ് അങ്ങനെ ഫുഡൊക്കെ റെഡിയായി. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. നെയ്ച്ചോറും ചിക്കൻ കറിയും പിന്നെ സാലഡ് ചമ്മന്തി ഒക്കെ ഇട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു. പ്രകാശേട്ടൻ അപ്പുറത്തിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഫോൺ ഇവിടെ വെച്ചായിരുന്നു, അതുകൊണ്ട് കിട്ടിയില്ല. ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങളങ്ങനെ ഇരുന്ന് വൈകുന്നേരമായിരുന്നു ഇട്ടത്. അപ്പോൾ ഇച്ചയും കണ്ണനും വന്ന്. അപ്പോൾ ഞങ്ങൾ നാളെ അങ്ങോട്ട് പോകണമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. കണ്ണൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ നാളെ അങ്ങോട്ട് പോകാമെന്ന് ഓർത്തിരിക്കുമ്പോഴാണ് അവർ വൈകുന്നേരം ഇങ്ങോട്ട് വന്നത്. അവർ പെരുന്തൽമണ്ണയ്ക്ക് വന്നപ്പോൾ അങ്ങനെ വന്നതാണ്. പിന്നെ ഞങ്ങൾ പെട്ടെന്നൊരു കേക്കൊക്കെ സെറ്റാക്കി സർപ്രൈസായി ഞങ്ങളൊരു കേക്കൊക്കെ കട്ട് ചെയ്ത്. ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യണമെന്നോ ഒന്നും പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. അവരൊന്നും ഇങ്ങോട്ട് വരുമെന്നും അറിയില്ലായിരുന്നു. പെട്ടെന്ന് അവർ വന്നപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞൊരു കേക്ക് റെഡിയാക്കി. ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. ശരിക്കും നാളെ അവിടെ പോയിട്ട് കേക്ക് കട്ട് ചെയ്യാന്നുള്ളൊരു പ്ലാനിലായിരുന്നു. പക്ഷേ പെട്ടെന്ന് അവർ ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത്. പിന്നെ ഞങ്ങളങ്ങനെ കുറേ നേരം സംസാരിച്ചിരുന്ന് രാത്രിയായി അവർ പോയപ്പോൾ.
പിന്നെ ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കിയത് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് രാത്രി ലേറ്റായിട്ട് 9 മണി ഒക്കെ ആയിട്ടാണ് അവർ ഇറങ്ങിയത്. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.